കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. അവൾ ഉറക്ക വിളിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി. കടുത്തോളം വെള്ളമായതും അവളുടെ തൊട്ടു മുന്നിലായി ഇദ്ദേഹത്തിന് ഉയർന്നു പോയി. ഒപ്പം കയ്യിലൊരു നീല ആമ്പൽ കൂടി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ കാണുന്നതും അവളുടെ നിറഞ്ഞ മിഴികളിൽ നിന്നും കണ്ണുനീര് പുറത്തേക്ക് ഒഴുകി. എന്തിനട കരയുന്നേ? വെള്ളത്തിനടിയിലായ കാരണം വർണ്ണം വിളിച്ചത് ഇദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല. വർണ്ണ അവനെ ദേഷ്യത്തിലൊന്ന് നോക്കി തിരിഞ്ഞ് കൽപ്പടവിലേക്ക് കയറി തിരികെ പോവാനായി നിന്നതും ഇദ്ദേഹത്തിന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എന്താ കുഞ്ഞേ, നീ എന്തിനാ കരഞ്ഞേ? ഇദ്ദേഹത്തിന് അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. എന്തിനാ ഞാൻ വിളിച്ചിട്ട് വിളി കേൾക്കാത്തെ? ഞാൻ പേടിച്ചു പോയി. സോറിടാ പൊന്നെ, ഞാനിത് പറിക്കാൻ പോയതല്ല എൻ്റെ കുട്ടിക്ക് വേണ്ടി. ഇദ്ദേഹത്തിന് കയ്യിലുള്ള പൂ അവൾക്ക് നേരെ നീട്ടിയതും അവൾ ചെറു പുഞ്ചിരിയോടെ അത് വാങ്ങി. മനുഷ്യനെ കുറച്ചു നേരം കൊണ്ട് പേടിപ്പിച്ചു. എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല, ഇവിടെ അടുത്താണെങ്കിൽ ആരും ഇല്ലതാനും. അവളത് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവനൊരു കള്ളച്ചിരിയോടെ നോക്കി നിൽക്കുകയാണ്. വർണ്ണ എന്തെന്ന രീതിയിൽ പുരുകമുയർത്തി ചോദിച്ചതും ഇദ്ദേഹത്തിന് കണ്ണുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. വെള്ളത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ട് അവളുടെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞിരുന്നു. അയ്യേ! അവൾ ചളിപ്പോടെ തിരിഞ്ഞ് ഓടാൻ നിന്നതും ഇദ്ദേഹത്തിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു. എവിടേക്കടി കളി ഓടുന്നേ? അവളുടെ പിൻകടത്തിലേക്ക് മുഖമുരസിക്കൊണ്ട് അവൻ ചോദിച്ചു. എന്നെ വീട്ടിലെത്താ, ഞാൻ പോട്ടെ. എൻ്റെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞ് നേരടിക്കാൻ തുടങ്ങി, ഞാൻ പോട്ടെ. അവൻ്റെ കയ്യിൽ കിടന്ന പറഞ്ഞ് കുതിരി. അതിനിപ്പോൾ എന്താ, നമ്മൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. അതെ, അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തേ? അവൻ കളിയോടെ ചോദിക്കുന്നതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാട്ടിക്കൊണ്ടിരുന്നു. കൈ എടുത്തത് വെറുതെ കളിക്കാതെ. അവൻ്റെ കയ്യിൽ പതിയെ തല്ലിയവൾ. കുഞ്ഞേ! ഇദ്ദേഹത്തിന് അവളുടെ കാതിൽ ആർദ്രമായി വിളിച്ചതും വർണ്ണ ഒരു നിമിഷം തറഞ്ഞു നിന്നു. നിനക്ക് പേടി എന്നെയാണോ അതോ നിന്നെ തന്നെയാണോ? അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ഇദ്ദേഹത്തിന് ചോദിച്ചതും വർണ്ണയൊന്ന് വിറച്ചു പോയിരുന്നു. എനിക്കെന്തിനാ പേടി? പതർച്ചയോടെ പറയുന്നതിനനുസരിച്ച് അവളുടെ കണ്ണുകൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്തിലൂടെ ഓടി നടന്നു. തലയിൽ നിന്നും മുടിയിഴകളിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികൾ അവളുടെ കവളിനെയും താടിയേഴും ഒഴുകി കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങി. വർണ്ണയൊന്ന് ഉമിനിരക്കി അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അവൻ്റെ കണ്ണിലെ മാന്ത്രിക വലയത്തിൽപ്പെട്ട് വർണ്ണയും ഒരു നിമിഷം നിന്നുപോയി. കിസ് മീ ദേവൂട്ടി. അവൻ ആർദ്രമായി അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞതും അവളുടെ ഉടലാകെന്ന് വിറച്ചു പോയിരുന്നു. വർണ്ണ അവൻ്റെ തോളിലൂടെ കൈയിട്ട് അല്പം ഉയർന്നു പൊങ്ങി അവൻ്റെ അധരങ്ങളിലേക്ക് ചേർന്നു. അവനെ കീഴ്ചുണ്ടും മേൽച്ചുണ്ടും വളരെ പതിയെ നുകർന്നെടുത്തു. അവൾ ഇദ്ദേഹത്തിൻ്റെ ഇരു കൈകൾ കൊണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. അവൻ്റെ അധരങ്ങളുടെ നേർത്ത തണുപ്പിനൊപ്പം അവനിലെ ഉമിനീരിലെ ചൂടും അവളിലേക്ക് പടർന്നു. ശ്വാസം കിട്ടാതെ ആയതും അവൾ അവനിൽ നിന്ന് മടന്നു മാറി അവനെ നെഞ്ചിലേക്ക് നാണത്തോടെ മുഖം ചേർത്തു. ഒപ്പം അവൾ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് അവളെയും ചേർത്ത് പിടിച്ച് വെള്ളത്തിലേക്ക് മറിഞ്ഞു. അവളെയും മുഴുവനായി നനച്ച് അവൻ ഉയർന്നു പൊങ്ങി. അരയോളം വെള്ളത്തിൽ ഇദ്ദേഹത്തിന് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവളുടെ കഴുത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ ഇദ്ദേഹത്തിന് അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് നുകർന്നെടുത്തു. അതവസാനം എത്തി നിന്നത് അവളുടെ തോളിലെ മറകിലാണ്. അവൻ അവിടെയൊന്ന് പതിയെ കടിച്ചതും വർണ്ണയൊന്ന് പൊള്ളിപ്പിടഞ്ഞു. അവൻ അവിടെ അമർത്തി ചുംബിച്ച് അവളുടെ ടീഷർട്ടിൽ പിടുത്തമിട്ടതും വെള്ളത്തിൽ ശക്തിയായി എന്തോ ഒന്ന് വീണു. ഇരുവരും ഞെട്ടിപ്പാട്ടുന്ന അകന്നു മാറി. തെങ്ങിൽ നിന്നും തേങ്ങ വെള്ളത്തിലേക്ക് വീണതാണെന്ന് മനസ്സിലായതും ഒപ്പം തന്നെ മുഖഭാവവും കണ്ട് വർണ്ണ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചിരിക്കല്ലേ പെണ്ണെ, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ്റെ കൺട്രോളെല്ലാം പോയി കിടക്കാം. ആ തേങ്ങ വെള്ളത്തിൽ വന്ന് വീടില്ലായിരുന്നെങ്കിലേ എല്ലാം കൈവിട്ടു പോയേനെ. ഞാൻ ഹെവിയായി പ്ലാൻ ചെയ്തതിൻ്റെ ഫസ്റ്റ് നൈറ്റ് ഈ കുളക്കടവിൽ നടന്നേനെ. നെഞ്ചിൽ കൈവച്ച് ഇദ്ദേഹത്തിന് പറഞ്ഞതും വർണ്ണയുടെ മുഖഭാവം മാറിയിരുന്നു. മതി കുളിച്ചത്, പോവാൻ നോക്കാം. ബാക്കി കുളി ബാത്റൂമിൽ കുളിച്ചാൽ മതി. ഇദ്ദേഹത്തിന് വേഗം അവളെ പിടിച്ച് കരയിലേക്ക് വെച്ചു. ശേഷം തോർത്തെടുത്ത് അവളുടെ തല തോർത്തി കൊടുത്ത് തന്നെയും തല തോർത്തി വീട്ടിലേക്ക് നടന്നു. അന്നത്തെ ദിവസവും അങ്ങനെ കടന്നുപോയി. ഭക്ഷണമെല്ലാം അന്നത്തെ ദിവസം പുറത്തുനിന്നാണ് വരുത്തിയത്. രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഊഞ്ഞാലിൽ മലർന്ന് കിടക്കുകയാണ് ദത്തൻ. അവനെ നെഞ്ചിലായി വർണ്ണയും കിടക്കുന്നുണ്ട്. നീ രാവിലെ പോവൂലേ? വർണ്ണ സങ്കടത്തോടെ ചോദിച്ചു. ദത്തനും വെറുതെ ഒന്ന് മൂളി. ഞാൻ രാത്രി വരുവോടാ, പിന്നെ അധിക ദിവസം നിനക്കിവിടെ നിൽക്കേണ്ടി വരില്ല. തറവാട്ടിൽ നിന്നും ആരെങ്കിലും ഉടനെ നിന്നെ വന്ന് തിരികെ വിളിക്കും. പക്ഷേ ഇനി തറവാട്ടിലേക്ക് വരുന്നത് പുതിയൊരു വർണ്ണയായിരിക്കും. അവരാരും കാണാത്ത വർണ്ണയായിരിക്കും. അവൾ പറയുന്നത് കേട്ട് ദത്തനൊന്ന് പുഞ്ചിരിച്ചു. അവളുടെ മനസ്സിൽ എന്താണെന്ന് മറ്റാരേക്കാളും നന്നായി ദത്തന് അറിയാമായിരുന്നു. അവരിവരും പരസ്പരം ഒന്നും മിണ്ടാതെ അങ്ങനെ കിടന്നു. ഒപ്പം പതിയെ ധ്രുവിയുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ ദത്തൻ വെച്ചിരുന്ന പാട്ട് അവിടെ ആകെ ഒഴുകി നടന്നു. ഈ പാട്ടേ അന്ന് ധ്രുവിയേട്ടൻ പാർവതി ചേച്ചിക്ക് പാടിക്കൊടുത്ത പാട്ടാണല്ലോ.
പാവേട്ടന് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ കുട്ടിക്കറിയാതെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പഠിക്കുന്ന കാര്യം വെച്ച് ബാക്കി എല്ലാം അറിയാം. ധ്രുവിക്ക് പാർവതി ഇഷ്ടമാണ്, പാർത്തിയും മാമിയും തമ്മിലുള്ള കാര്യം. ഇനി വേറെന്തൊക്കെ അറിയാം? ദത്തൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ശ്രീയേട്ടന് പൂർണ്ണിമ ചേച്ചി ഇഷ്ടാ ദത്താ? ദത്തൻ കളിയായാണ് ചോദിച്ചതെങ്കിലും അവൾ പറയുന്നത് കേട്ട് ദത്തൻ ഞെട്ടി എഴുന്നേറ്റു. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ശ്രീക്ക് നിമ്മിയോട്? ഏയ്, അതിന് ചാൻസ് ഇല്ല. നിനക്ക് തോന്നിയതായിരിക്കും. ചിലപ്പോൾ തോന്നലായിരിക്കാം. പക്ഷേ ശ്രീയേട്ടൻ്റെ മുഖത്ത് കുറച്ച് കാലമായി വല്ലാത്ത വിഷാദാണ്. കൃത്യമായി പറഞ്ഞ നിമ്മേച്ചി വന്ന ദിവസം മുതൽ പിന്നെ ചേച്ചിയെ കാണുമ്പോൾ ആ മുഖത്ത് വരുന്ന ഭാവങ്ങൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സംതിങ് ഫിഷ് ചെയ്തെത്താ. വർണ്ണ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. കുറച്ച് പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ ദത്തനും ആ സംശയം ശരിയാണെന്ന് തോന്നിയിരുന്നു. ഇനി ശ്രീക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കണം. അപ്പം അഭിജിത്ത്? അവൻ ആ തറവാട്ടിൽ അധികകാലം ഉണ്ടാവില്ല. അതിനുള്ളതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അവൻ ഒറ്റക്ക് പൂട്ടിയാൽ പോരാ. അയാളെ കൂടി നമ്മുടെ വലയിൽ കൊടുക്കണം. അതിന് അഭിജിത്ത് എന്ന ഇര തറവാട്ടിൽ വേണം. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എൻ്റെ കുഞ്ഞിനെ അതൊന്നും പറഞ്ഞാൽ ഈ തലയ്ക്ക് കയറത്തില്ല. അതുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അദ്ദേഹത്തിന് അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഈ പ്രണയ കേസുകളെല്ലാം കറക്റ്റായി എങ്ങനെ എൻ്റെ കുട്ടി കണ്ടുപിടിക്കുന്നേ? ദത്തൻ വിഷയം മാറ്റാനായി ചോദിച്ചു. അവളൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു. ദത്തൻ പതിയെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് കിടന്നു. നീയാ ദത്ത കാരണം. നിന്റെ സ്നേഹം, നിന്റെ കണ്ണിലെ പ്രണയം, അത് കണ്ട എനിക്ക് മറ്റുള്ളവരുടെയും മനസ്സിലാവുന്നത്. പക്ഷേ ഓരോരുത്തരുടെയും കണ്ണിലെ ഭാവങ്ങൾ വേറെ വേറെ തരത്തിലാണ്. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം വർണ്ണ തലയുയർത്തി പറഞ്ഞു. ഓ എൻ്റെ കുഞ്ഞെ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഇത്രയും നേരം നീ ഇതാലോചിച്ച് കിടന്നതാണോ? മറുപടിയായി വർണ്ണ അവൻ്റെ നെഞ്ചിൽ ഉമ്മ വെച്ച് അവനിലേക്ക് ചേർന്ന് കിടന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ മുത്തശ്ശിയും ധ്രുവിയും തിരിച്ചെത്തി. അവർ വന്നത് ദത്തൻ പോവുകയും ചെയ്തു. ദത്തൻ വന്ന് പിണക്കം മാറ്റിയ സന്തോഷം വർണ്ണയിൽ തെളിഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ പതിവിലും ഉന്മേഷത്തോടെയാണ് വർണ്ണ മുത്തശ്ശിക്ക് പിന്നാലെ നടന്നത്. 2 ദിവസം ഡ്രൈവിംഗും ക്ഷീണവുമായതിനാൽ ധ്രുവിയും ഹോസ്പിറ്റലിൽ പോയിരുന്നില്ല. അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. അന്ന് രാത്രി ദത്തൻ വന്നില്ലെങ്കിലും അവൻ ഫോൺ ചെയ്ത് വർണ്ണക്ക് ആശ്വാസം നൽകിയിരുന്നു. പിറ്റേന്ന് രാവിലെ ധ്രുവി ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങുമ്പോഴാണ് പതിവില്ലാത്തൊരു കാറ് മുറ്റത്ത് വന്ന് നിന്നത്. അവൻ സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. കാറിൻ്റെ ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്നും മുത്തശ്ശിയും പുറത്തേക്ക് വന്നു. കാറിലെ കോ ഡ്രൈവ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ട് ധ്രുവിയുടെ മുഖമൊന്നും വിടർന്നെങ്കിലും അതുടൻ തന്നെ ദേഷ്യത്തിലേക്ക് വഴിമാറി. കോ ഡ്രൈവ് സീറ്റിൽ നിന്ന് ഇറങ്ങിയ പാർവതിയുടെ കണ്ണുകൾ ആദ്യം പോയത് ധ്രുവിയിലേക്കാണെങ്കിലും അവൻ വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുകയായിരുന്നു. ഡാ, നീ ഇറങ്ങാറായോ? കാറിൽ നിന്നിറങ്ങിയ പാർത്തി ചോദിച്ചു. ഇല്ലടാ, നീ കയറി വാ. ധ്രുവി പാർത്തിയുടെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് നടന്നു. അവർ പോകുന്നതെന്ന് നോക്കി തലകുനിച്ച് പാർവതിയും അകത്തേക്ക് നടന്നു. ഇതാര്? പാർത്തിയും പാർവതി മോളോ? നിങ്ങൾക്ക് ഈ വഴിയൊക്കെ അറിയോ? വാ, വന്നിരിക്ക്. മുത്തശ്ശി അവരെ കണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. പാർവതി ചിരിച്ചെന്ന് വരുത്തി അകത്തേക്ക് കയറി. ധ്രുവി പാർവതിയെ ശ്രദ്ധിക്കാതെ പാർത്തിയോട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അബദ്ധത്തിൽ പോലും അവൻ്റെ നോട്ടം പാർവതിക്ക് നേരെ വരുന്നുണ്ടായിരുന്നില്ല. മതി സംസാരിച്ചത്, ബാക്കി ഇനി ഭക്ഷണം കഴിച്ചിട്ട് പറയാം, മുത്തശ്ശി പറഞ്ഞു. ഞങ്ങൾ കഴിച്ചിട്ടാ ചെറിയ മുത്തശ്ശി വന്നത്. ആക്ച്വലി ഞങ്ങൾ വർണ്ണയെ കാണാനാണ് വന്നത്, പാർത്തി പറഞ്ഞു. എന്തിനാ? ഇനിയും ചെയ്യാത്ത കുറ്റം അവളെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനാണോ? ധ്രുവി പാർവതിയെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചതും പാർവതി തലകുനിച്ചിരുന്നു. ധ്രുവി, മതി ആ കുട്ടിയെ വിഷമിപ്പിച്ചത്. അതിൻ്റെ മുഖം നോക്കി ഒരാഴ്ച കൊണ്ട് അതിന് ആകെ കോലം കെട്ടുപോയി, മുത്തശ്ശി ശാസനയോടെ പറഞ്ഞു. ശരിയാണ്, അവൾ ഒരുപാട് ക്ഷീണിച്ചു പോയിരിക്കുന്നു. കറുപ്പ് വീണ കൺപോളകൾ, എണ്ണമയമില്ലാത്ത പാറിപ്പറന്ന മുടിയിഴകൾ, ക്ഷീണം ബാധിച്ച മുഖം. അവളെ കണ്ട് ധ്രുവിക്കും മനസ്സിൽ വല്ലാത്ത സങ്കടം തോന്നി. സമയം 8 മണി ആയിട്ടേ ഉള്ളൂ. വർണ്ണ എണീറ്റ് കാണില്ല, റൂമിലുണ്ടാകും. എന്നാൽ ഞാൻ അവളെ കണ്ടിട്ട് വരാം. അത് പറഞ്ഞ് പാർത്തി എഴുന്നേരത്തും എണീറ്റു, ഒപ്പം പാർവതിയും. നിനക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തിരക്കുണ്ടോ ധ്രുവി? ഇല്ലടാ, നിങ്ങൾ ഇറങ്ങിയിട്ടേ ഞാൻ ഇറങ്ങുന്നുള്ളൂ. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് തിരിച്ചു പോകും. പോകുമ്പോൾ കൂടെ വർണ്ണയും ഉണ്ടാകും, പാർവതി ഗൗരവത്തിൽ പറഞ്ഞ് മുകളിലേക്ക് നടന്നു. ഹലോ, ഒന്ന് നിന്നേ. ധ്രുവി നടന്ന് പാർവതിയുടെ മുന്നിൽ കൈകെട്ടി നിന്നു. അത് നീ അങ്ങ് സ്വയം തീരുമാനിച്ചാൽ മതിയോ? നിന്റെ ഭരണക്ക് അങ്ങ് പാലക്കൽ തറവാട്ടിൽ, അവിടെ നിന്റെ താളത്തിന് തുള്ളാൻ ആളുകളുണ്ടാകും. പക്ഷേ ഇത് എൻ്റെ വീടാ. ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. വർണ്ണയെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ അവൾ തിരികെ പോകുന്നതും എൻ്റെ സമ്മതത്തോടെ ആയിരിക്കും.
ഇൻ ചെയ്ത ഷർട്ട് പുറത്തേക്കിട്ട് ധ്രുവി തന്നെ റൂമിലേക്ക് നടന്നു. എല്ലാവരോടും പറയുന്നതിന് ഇരട്ടി തിരിച്ചു പറയാനുള്ള പാർവതി അന്ന് ആദ്യമായ ഒരു വാക്ക് പോലും പറയാതെ അവൻ പോകുന്നത് നോക്കി നിന്നു. പാർവതി ശേഷം പറഞ്ഞിട്ട് റൂമിലേക്ക് നടന്നു. പാതി ചാരിയിട്ട വാതിൽ മുഴുവനായി തുറന്ന് പാർവതിയും പാത്തിയും റൂമിനകത്തേക്ക് കയറുമ്പോൾ ബെഡ് ഡ്രസ്സിൽ ചാരിയിരുന്ന് എന്തോ ആലോചനയിലാണ് വർണ്ണ. പാർവതിയുടെ വിളി കേട്ട് വർണ്ണ അത്ഭുതത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. പാർവതി ചേച്ചി, പാർത്തിയേട്ടാ, ഇത്ര നേരമായിട്ട് ഉറക്കെ എണീറ്റില്ലേ? പാർവതി അവളുടെ അരികിൽ വന്നിരുന്നു. എണീറ്റിട്ട് കുറച്ച് നേരമായി, വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കായിരുന്നു. നിങ്ങളെന്താ പതിവില്ലാതെ രാവിലെ തന്നെ? ഞങ്ങൾ പറഞ്ഞേ തറവാട്ടിലേക്ക് വിളിക്കാൻ വന്നതാ. മുഖവരെയൊന്നും ഇല്ലാതെ പാർവതി പറഞ്ഞു. ഏയ്, അത് ശരിയാവില്ല ചേച്ചി, ഞാൻ വരുന്നില്ല. അതെന്താ ശരിയാവാത്തത്? ഞാനല്ലേ വിളിക്കുന്നത്, ഞാൻ കാരണല്ലേ നിനക്ക് അവിടുന്ന് ഇറങ്ങേണ്ടി വന്നത്. എല്ലാം എൻ്റെ തെറ്റാ, ഞാൻ നിന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി. സോറി, ഐ എം റിയലി സോറി. വർണ്ണയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പാർവതി ചോദിച്ചു. സോറി ഒന്നും വേണ്ട ചേച്ചി, ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താവാൻ കാരണം ഞാൻ തന്നെയാ. അദ്ദേഹത്തിനോട് കള്ളം പറഞ്ഞുകൊണ്ട്. ദേവേട്ടനോട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞാ നീ എൻ്റെ കൂടെ വരണം. ഞാൻ ചെയ്തതിനെ ഒരു പ്രായച്ചിത്തായി കണ്ടാൽ മതി. വേണ്ട ചേച്ചി, ഇദ്ദേഹത്തെ വന്ന് വിളിക്കാതെ ഞാൻ വരില്ല. അവിടുന്ന് ഇറങ്ങിയത് പിന്നെ അവൻ എന്നെ ഒന്ന് അന്വേഷിച്ചിട്ടില്ല, ഒന്നും വിളിച്ചിട്ടില്ല. പിന്നെ ഞാനെന്തിനാ അവിടേക്ക് വരണം? ദേവേട്ടൻ അപ്പോഴത്തെ ദേഷ്യത്തില. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ശരിയാകും. ദയവ് ചെയ്ത് പറഞ്ഞ് കൂടെ വരണം. ഞാൻ കാല് പിടിക്കാം, പ്ലീസ്. ചേച്ചി ഇത് എന്തേ ചെയ്യുന്നേ? ചേച്ചി എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ പറഞ്ഞ് കൂടെ വരും. വരില്ലേ പറഞ്ഞ? നിറമിഴികളോട് പറയുന്ന പാർവതിയെ കണ്ട് പറഞ്ഞക്ക് സങ്കടം തോന്നി. ഞാൻ വരാം, പക്ഷേ എനിക്ക് നീ പഴയ പറഞ്ഞാവാൻ പറ്റില്ല. ഞാനും ദത്തനും തമ്മിൽ ഇനിയൊരു ബന്ധം ഉണ്ടാകില്ല. ഈ നിമിഷം വരെ എന്നെ അന്വേഷിക്കാത്ത അവന് എന്നോട് എത്ര സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവനെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ ദൈവം തന്നെ ഒരു അവസരം തന്നതായിരിക്കും ഇത്. ഇല്ല പറഞ്ഞ, ദേവേട്ടൻ നിന്നെ ജീവനാ. എന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ്റെ മുഖത്ത് ഒരു തരി സങ്കടം ചേച്ചി കണ്ടിരുന്നോ? വർണ്ണ ചോദിച്ചതും പാർവതി ഒന്ന് ആലോചിച്ചു. ഇല്ല, ആദ്യത്തെ 2 ദിവസം ഒന്ന് ഒഴിച്ചു നിർത്തിയ പിന്നീടുള്ള ദിവസങ്ങൾ ദേവേട്ടൻ്റെ മുഖം സന്തോഷത്തിൽ തന്നെയായിരുന്നു. ശരി, വർണ്ണ പറയുന്ന ഏത് കണ്ടീഷനും ഞാൻ സമ്മതിക്കാം. താൻ ഞങ്ങൾക്കൊപ്പം വരണം. പക്ഷേ ആ തറവാട്ടിൽ എനിക്ക് ചെറിയമ്മയും പാർവതിയേച്ചിയും പാർത്തിയായിട്ടും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊന്നും എൻ്റെ ആരുമല്ല. അത് പിന്നെ അവിടെ എല്ലാവരും പറഞ്ഞേ കാത്തിരിക്കുകയാണ്. ശിലുവും പാത്രയും നല്ല സങ്കടത്തിലാണ്. അന്നത്തെ സംഭവത്തിന് ശേഷം എന്നോട് ദേവേട്ടനും പാർത്തിയേട്ടനും കുറിച്ച് ആരും മിണ്ടാറ് കൂടിയില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ പോലും തടഞ്ഞില്ലല്ലോ. ഇതിന് സമ്മതമാണെങ്കിൽ ഞാൻ വരാം. സമ്മതാണ്, പാർവതി പറഞ്ഞു. മറുപടിയായി പറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. നമുക്ക് താഴേക്ക് പോകാൻ പാറു. പറഞ്ഞപ്പോൾ എണീറ്റേലുള്ളൂ, അവൾ ഫ്രഷ് ആവട്ടെ. പാർത്തി പാർവതിയോട് പറഞ്ഞു. അവൾ തലയാട്ടി പുറത്തേക്ക് നടന്നു. പിന്നാലെ പാർത്തിയും. പുറത്തേക്ക് പോയ പാർട്ടി വീണ്ടും തിരികെ വരുന്നത് കണ്ട് പറഞ്ഞ സംശയത്തോടെ നിന്നു. ഓസ്കർ ആക്ടിങ് ആണല്ലോ. ആക്ടിങ്ങോ? തന്നെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന പാർട്ടിയെ കണ്ട് പറഞ്ഞൊന്ന് പതറി. ഞാൻ കണ്ടു, ഞങ്ങൾ താഴെ ഇരിക്കുമ്പോൾ നീ സ്റ്റെയർ ഇറങ്ങി വരുന്നതും ഞങ്ങളെ കണ്ടത് തിരികെ റൂമിലേക്ക് ഓടിയതും. അത് ഞാൻ അങ്ങനെ അത് പിന്നെ ഏട്ടൻ കണ്ടൂലേ? അവളാകെ ചമ്മി നാറി. അല്ല, ഈ ഡയലോഗൊക്കെ പഠിപ്പിച്ചു തന്നത് ആരാ? ദേവനാണോ? ഏയ് അല്ല, അവനോട് മിണ്ടാറില്ല. ഞങ്ങൾ കണ്ടി തന്നെ കുറേ കാലായി. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട, എനിക്കെല്ലാം അറിയാം. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ പ്രണയത്തിന് രക്തസാക്ഷിയായതേ പാവ എൻ്റെ നടുവല്ലേ. പാർട്ടി പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവാതിരിക്കുകയെന്ന് പറഞ്ഞ കെട്ടിയോൻ രാത്രി ഇത്രയും വലിയ മതിൽ എങ്ങനെ ചാടി വന്നെന്ന് വല്ല വിചാരമുണ്ടോ? ഞാനാ രാത്രി ഉറക്കം കഴിഞ്ഞ് അവനെ മതിൽ ചാടാൻ കൂട്ടുവന്നത്. പാർട്ടിയുടെ വർത്താനവും പറച്ചിലും കണ്ട് വർണ്ണയ്ക്ക് ചിരി വന്നിരുന്നു. ഭാര്യയും ഭർത്താവിൽ നിന്ന് ചിരിക്ക്. എൻ്റെ കഷ്ടപ്പാട് എനിക്കെല്ലാം അറിയൂ. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ദേവൻ പറഞ്ഞ് പഠിപ്പിച്ചതിന് പുറമെ കയ്യിൽ നിന്നൊരു ഡയലോഗ് എടുത്തൂല്ലേ? ഏട്ടനെങ്ങനെ മനസ്സിലായി? നല്ല നാച്ചുറൽ ആക്ടിങ് അല്ലേ എൻ്റേത്? അതെ, പാറുവിന് മനസ്സിലാവാഞ്ഞതേ നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം തീർന്നേനെ. ഏയ്, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. വർണ്ണയും ഒന്ന് ആലോചിച്ചു. കുട്ടി, ഇവിടെ ഇരിക്കുന്ന നീ എങ്ങനെ തറവാട്ടിൽ നിൽക്കുന്ന ദേവൻ സങ്കടത്തിലാണോ അല്ലെന്ന് അറിയുന്നത്? എന്തെങ്ങാനും പാറു ചോദിച്ചാൽ എന്താ പറയാ? അവളുടെ തലക്കിട്ട് കൊട്ടി പാർത്തി ചോദിച്ചു. സോറി, ചെറിയൊരു കയ്യബദ്ധം.
അത് പറഞ്ഞവളൊന്ന് ചിരിച്ചു കാണിച്ചു. പാർട്ടി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ധ്രുവി മുറ്റത്താരോട് ഫോണിൽ സംസാരിച്ച് നിൽക്കുകയാണ്. അവൾ ചെറിയൊരു പേടിയോടെ അവിടേക്ക് നടന്നു. ഫോണ് കട്ട് ചെയ്ത് തിരിഞ്ഞ ധ്രുവി പിന്നിൽ പാർവതിയെ കണ്ടത് മുഖം തിരിച്ച് അകത്തേക്ക് പോയി. തന്നെ കാണുമ്പോൾ എപ്പോഴും പുഞ്ചിരിച്ച് വെറുതെ ഓരോ കാരണങ്ങളുണ്ടാക്കി തല്ലുകൂടുന്ന ധ്രുവിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം അവളെ സങ്കടപ്പെടുത്തിയിരുന്നു. നിന്നെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത്രയും നാൾ ഞാൻ നിന്റെ പിന്നാലെ നടന്നതല്ലേ, ഇനി നീ കുറച്ചാലേ എൻ്റെ പിറകെ നടക്ക്. ചുണ്ടിലൊളിപ്പിച്ച് ചിരിയുമായി ധ്രുവി അകത്തേക്ക് പോയി. അന്ന് ഉച്ചവരെ പാതിയും പാർവതിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞവർ വർണ്ണയും കൂടി തറവാട്ടിലേക്ക് ഇറങ്ങി. പാർവതി പലവട്ടം വന്ന് അങ്ങനെയൊക്കെ സംഭവിക്കാനിടയായ കാരണങ്ങൾ ധ്രുവിയോട് പറയാൻ ശ്രമിച്ചെങ്കിലും അവൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കുട്ടിക്ക് ഓർമ്മയുണ്ടല്ലോ, പാർവതി വരുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം. തലേ ദിവസം വിളിച്ചപ്പോൾ ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞു, അതൊക്കെ ഞാൻ പറയാം, ആക്ടിങ്ങിൽ അല്ലെങ്കിലും പണ്ടേ ഞാൻ പുലിയാണല്ലോ. അഭിനയിച്ച് അവസാനം ഓവറാക്കി ചാളാക്കരുത് പ്ലീസ്. ദേ എന്നെ ഇവിടെ കളിയാക്കണ്ട. അല്ല, ഞാൻ എന്തിനകത്ത് അവിടെ എത്തുമ്പോൾ ആരോടും മിണ്ടാതെ നടക്കണമെന്ന് പറഞ്ഞത്? അങ്ങനെ വേണം കുഞ്ഞേ. നീ അവിടെ ആരുമായി മിണ്ടാതാവുമ്പോൾ അഭിജിത്തിന് ആരുടെ പേരിൽ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റില്ല.